എല്ലാവർക്കും നമസ്കാരം. മുതിര കൊണ്ടുണ്ടാക്കുന്ന ഇഡ്ഡലിപ്പൊടിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അരക്കപ്പ് മുതിരയാണ് എടുത്തിരിക്കുന്നത്. ഇത് കല്ലില്ലാത്ത മുതിരയാണ്. കല്ലുള്ള മുതിരയാണെങ്കിൽ നന്നായി അരിച്ചെടുത്ത ശേഷം വേണം ഉപയോഗിക്കാൻ. ഇതെല്ലാം നന്നായി ഒന്ന് വറുത്തെടുക്കാം. ചൂടായിട്ടുണ്ട്. മുതിര ആദ്യം വറുത്തെടുക്കാം. മുതിര അത്യാവശ്യം ചുവന്ന് കിട്ടണം. ഉപ്പേരിക്ക് വറക്കുന്നത് പോലെ വേണം വറക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് വറുത്തെടുത്താൽ മതിയാകും. മുതിരയ്ക്ക് കറക്റ്റ് വറവായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 2 ടേബിൾ സ്പൂൺ ഉഴുന്നും ഇടാം. നല്ല ചുവക്കനെ വറുത്തെടുക്കണം. നന്നായി ചുവന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും കുരുമുളകും വറുത്തെടുക്കാം. നന്നായി ഒന്ന് ചൂടായാൽ മതി. കറിവേപ്പിലയും ചുവന്നമുളകും വറുത്തെടുക്കാം. എരിവിനനുസരിച്ച് മുളകെടുക്കാം. ഞാൻ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പില അത്യാവശ്യം മൊരിഞ്ഞ് കിട്ടണം. നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇത് എടുക്കാം. 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 പീസ് കായം ഇടാം. കട്ടക്കായത്തിന് പകരം പൊടിയും ഇടാം. നന്നായി മൊരിഞ്ഞ് കിട്ടണം. അപ്പോഴാണ് നന്നായി പൊടിയുള്ളൂ. സൈഡുകൾ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം. നന്നായി മൊരിഞ്ഞ് കിട്ടാൻ ഒന്ന് ഉടച്ചെടുക്കാം. ആയിട്ടുണ്ട്. എടുക്കാം. നന്നായി തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. നന്നായി തണുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടാം. ഇഡ്ഡലിപ്പൊടി തരിതരിപ്പായി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ പൊടിക്കാം. ഞാൻ ചെറിയ തരിയോട് കൂടിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. രണ്ട് 3 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ പോകുന്ന കുട്ടികൾക്കെല്ലാം ഇത് നല്ലൊരു റെസിപ്പിയാണ്. മുതിര കൊണ്ടുണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും നല്ലൊരു വെയിറ്റ് ലോസ് റെസിപ്പി കൂടിയാണ്. വളരെ ടേസ്റ്റിയായ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.